മൂന്നാമത്തെ ട്രെയിനാണ് ഈ അപകടം സംഭവിച്ചതിന് ശേഷം ഈ ട്രാക്കിലൂടെ കടന്നു പോകുന്നത്. അതായത് ഇപ്പോൾ ഈ ട്രെയിൻ പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രാക്കാണ്. ആ ട്രാക്കിന് പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. അതിലൂടെ നേരത്തെ എറണാട് പോയിരുന്നു. അതിലൂടെ ഇപ്പോൾ രണ്ടാമത്തെ ട്രെയിനും കടന്നു പോവുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകേണ്ടതും ഇതേ ട്രാക്കിലൂടെ തന്നെയാണ്. അതാണ് ആ ഡിലേക്ക് കാരണം. ഇനിയിപ്പോൾ ഈ ട്രെയിൻ പോയി ഏകദേശം ഒരു കുറച്ചധികം സമയം കഴിഞ്ഞ ശേഷം മാത്രമേ എറണാകുളത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് എറണാകുളത്തു നിന്ന് ട്രെയിനിലേക്ക് ഇതേ ട്രാക്കിലൂടെ തന്നെ തൃശ്ശൂരിലേക്ക് പോകാനാകും. അതുകൊണ്ടാണ് ഈ ട്രെയിനുകൾ വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അത് ഈ നിർമ്മാണ പ്രവർത്തനം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിരോധ നടപടികളൊക്കെ ഇനിയും വൈകിക്കഴിഞ്ഞാൽ ആ സമയം ഇപ്പോൾ 10, 15, 20, 30 മിനിറ്റൊക്കെ ആണെങ്കിൽ അത് മണിക്കൂറുകളിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ട്രെയിനുകളെ ഇത് അത്രമേൽ ബാധിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷേ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം പോലുള്ള ജില്ലകളിലേക്കുള്ള ട്രെയിൻ ഗതാഗതം, അതായത് ഓൾറെഡി യാത്ര ആരംഭിച്ച ട്രെയിനുകളെയൊക്കെയാണ് ഇത് പൂർണ്ണമായും ബാധിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടി ശ്രമങ്ങൾ റെയിൽവേയുടെ ഭാഗത്തുണ്ട്. 5:30 അവർ സമയം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 5:26 ആയി. എന്നിട്ടും ഇവിടെ പ്രാഥമികമായ നടപടികളൊന്നും അങ്ങനെ പൂർണ്ണതോതിലേക്ക് മാറ്റിയിട്ടില്ല. അത് പൂർത്തിയായ ശേഷം മാത്രമേ 2 ലൈനിലൂടെയുള്ള ആ റെയിൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലേക്ക് ആകുകയുള്ളൂ. ഒരു പക്ഷേ അത് പെട്ടെന്ന് അങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് ആകുകയില്ല. ഈ ട്രാക്കിലൊരു പ്രാഥമിക പരിശോധന നടത്തി അതിൻ്റെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് അതിനുശേഷമായിരിക്കും ആ ട്രാക്കിലൂടെയുള്ള ഈ യാത്ര ആരംഭിക്കുക. ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ആളുകൾ അവരുടെയൊക്കെ പ്രതികരണം പലയിടങ്ങളിലായി വരുന്നുണ്ട്. അതായത് മണിക്കൂറുകളായി അവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതൊക്കെയാണ് അവരുടെ പ്രതികരണം.